വാഹനത്തിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഈ ഇൻഡിക്കേറ്റർ കാണാതെ പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളൊരു സെലീറിയോ ആണ്. ഇതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു 90% വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിനകത്താണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഹെഡ്ലൈറ്റിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ യൂണിറ്റ് കോമ്പാക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. എന്നാൽ ചില വാഹനങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ചിലപ്പോൾ താഴെ ആയിരിക്കും വരുന്നത്. ചില വാഹനത്തിൽ മേളിൽ ഇൻഡിക്കേറ്ററും താഴെ ഹെഡ്ലൈറ്റും ഒക്കെ ആയിരിക്കും വരുന്നത്. അത് ഓരോ ഡിസൈനിൻ്റെ രീതിക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ശരിക്കും എന്താണ് ഒരു കുഴപ്പം? അതായത് ഈ ഒരു ഇൻഡിക്കേറ്ററിന് എന്താണ് ഞാൻ പറഞ്ഞൊരു കുഴപ്പം? നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നോർമൽ ബീം ഇട്ടുകൊണ്ട്, അതായത് ലോ ബീമിലാണ് ഓടിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഹൈ ബീമിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു വലിയൊരു തെറ്റ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനമായിട്ട് പോകുന്ന സമയത്ത് ഹൈ ബീം ഓണാണ്, റൈറ്റ് സൈഡിലോട്ട് പോകണം, റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വാഹനം നമ്മുടെ ഹൈ ബീം കാരണം അവർക്ക് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കത്തില്ല. എത്ര പേര് സമ്മതിച്ചു തരുന്നുണ്ട്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടെ ഇട്ടേക്കുക. കാരണം നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റും കൂടെ ഇടുക. അപ്പം എല്ലാവർക്കും, ബാക്കി കാണുന്ന ആൾക്കാർക്കും മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഹൈ ബീം ഓഫ് ചെയ്തിടുക. ഹൈ ബീം ഓഫ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് റോഡ് കാണാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഉണ്ടെന്നുള്ളതും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെന്നുള്ളതും അവർക്ക് ബ്രേക്ക് ചെയ്യാനൊരു അവസരവും കിട്ടത്തുള്ളൂ. അല്ലാതെ അടുത്ത് വരുമ്പോൾ മാത്രമായിരിക്കും അവർ കാണുന്നത്. അങ്ങനെ അടുത്ത് വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് ചിലപ്പോൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. വാഹനം സ്കിഡാവുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈറ്റ് ഇട്ടും കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അടുത്തായത് നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോർമൽ ബീമാണ് ഇട്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ലോ ബീമാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഹൈ ബീമിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതായത് കാണാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഹൈ ബീം ഇടാൻ പാടില്ല. ഹൈ ബീം ഓഫ് ചെയ്തിട്ടുകൊണ്ട് മാത്രം നിങ്ങളൊരു സ്ഥലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങളിത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പരിപാടി ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തൊട്ട് തന്നെ ചെയ്യുക.